നെപ്പോ കിഡ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർക്ക് നല്ലൊരു ലോഞ്ച് ഇവരുടെ ഫാമിലി തന്നെ കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഇവരുടെ ഏറ്റവും സ്ട്രെങ്ത് ഏരിയ കണ്ടുപിടിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കഥ ഇവർ സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യം ഭേദപ്പെട്ടൊരു സംവിധാനം കൊണ്ടുവരും, നല്ല ക്രൂവിനെ കൊണ്ടുവരും, നല്ല പ്രൊമോഷൻസ് ഒക്കെ കൊടുത്ത് ഇവർക്ക് നല്ലൊരു തുടക്കം ഇട്ട് ഫാമിലി കൊടുക്കും. പക്ഷെ നെപ്പോട്ടിസിന്റെ പേഴ്സണലി ഞാനെതിരല്ല. കാര്യം ഇപ്പൊ നെപ്പോട്ടിസം കൊണ്ടും ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടൊന്നും ആരും ഇവിടെ സ്റ്റാർ ആയിട്ടില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ. അതായത് പിന്നീട് ഇവരുടെ പാഷനും ഇവരുടെ ഡെഡിക്കേഷനും ഇവരുടെ പടിപടിയായിട്ടുള്ള ഇവരുടെ ഇമ്പ്രൂവ്മെന്റ് പരിപാടികളും കാണിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ആരുടെ മകനാണേലും ആരുടെ മകളാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇനി സിനിമയിലേക്ക് വരാം. ഇതൊരു ഫാമിലി മൂവിയൊന്നും അല്ല, ഇതൊരു ആക്ഷൻ സിനിമയാണ്. ഇത് സ്പോയിലർ ഒന്നും അല്ല. പടം തുടങ്ങി ഒരു ഫസ്റ്റ് സെക്കൻഡ് സീനിൽ തന്നെ നമുക്ക് മനസ്സിലാവും പടത്തിന്റെ രീതി എങ്ങനെയാണ്, പടം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇതിൽ വിസ്മയ മോഹൻലാലിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒന്നും അറിയത്തില്ല. കാര്യം ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിലും അവരുടെ മറ്റ് പ്രൊമോഷൻ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന പോലെയുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് പുള്ളിക്കാരി സിനിമയിൽ അഭിനയിച്ചു പോയിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഡബ്ബിങ്ങും കൊടുത്തത് കൊണ്ട് നന്നായിട്ട് നമുക്കൊരു ബോർ അടിക്കാത്ത രീതിയിൽ അത് സിനിമയെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചു. അതിന് ജൂഡ് ആന്റണിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. കാര്യം അധികം മോശമാക്കാത്ത രീതിയിൽ ഉള്ള സീൻസാണ് പുള്ളിക്കാരിക്ക് കൊടുത്തിരിക്കുന്നത്. അത് പുള്ളിക്കാരി മാനേജ് ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞെട്ടിച്ചു കളഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശിഷ് ചെയ്തതാണ്. അതായത് എൻ്റെ ആന്റണി പെരുമാറിന്റെ മോനാണ് ഇതിനകത്ത് വില്ലൻ റോൾ വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അതും നെപ്പോ കിഡാണ്. പക്ഷെ അണ്ണൻ അത്യാവശ്യം പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ആ വന്ന സമയത്തുള്ള അണ്ണന്റെ ലുക്കും പരിപാടികളും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് സീനി പിന്നെ വരേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായമുണ്ട്. പിന്നെ മനോജ് കെ ജയൻ തൊട്ട് തുടങ്ങി കുറെ അറിയാത്തയുള്ള കുറെ കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. കുറച്ച് ആക്ഷൻ പരിപാടികളും കുറച്ച് മിസ്റ്ററി പരിപാടികളും കുറച്ച് ത്രില്ലിംഗ് പരിപാടികളൊക്കെ സിനിമയിൽ വരുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ഒരു ഏശാത്തതുപോലെ ഒരു തോന്നൽ സിനിമയിൽ മൊത്തത്തിൽ വന്നു. ആ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാത്തൊരു ഒരു ഇന്റർവെൽ ബ്ലോക്കിലൊക്കെ നിർത്തിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ വന്നിട്ടും പറയത്തക്ക ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. ഒരു ആവറേജ് മൂവി എന്ന ലെവലിൽ തന്നെ സിനിമ മുമ്പോട്ട് പോയി. പക്ഷെ അവസാനത്തെ ഒരു പരിപാടിയുണ്ട്, ഒരു 10 മിനിറ്റിൽ താഴെയുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഞെട്ടിച്ചു കളഞ്ഞ്. ഈ വിസ്മയ മോഹൻലാലിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത് ഏരിയ ഉണ്ടല്ലോ, ആ ഒരു പരിപാടി മൊത്തം യൂസ് ചെയ്തിട്ടാണ് ജൂഡ് ആ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ മൊത്തത്തിലുള്ള സിനിമയുടെ ആ ഒരു മൂഡ് മൊത്തത്തിൽ മാറ്റി ഒന്ന് ഞെട്ടിക്കുന്നൊരു സാധനം ക്ലൈമാക്സിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ബോറടിക്കാത്ത ഒരു സിമ്പിൾ ആക്ഷൻ ത്രില്ലർ മൂവി. അപ്പം ഓക്കെ.